പോലീസ് ടോട്ടലി ഇന്നെഫക്റ്റീവായി, അതായത് എന്ത് ആക്രമണമൊക്കെ എന്നുണ്ടായാലും ഇൻ്റർപോസ് ചെയ്യാനായിട്ട് മടിയായിട്ടിരിക്കുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ ഈ പറയുന്ന കൂത്തുപറമ്പ് എഫക്റ്റ് എന്നുള്ളത്. മന്ത്രിയെ ഏകദേശം ആൾക്കാരെ അടിച്ച് ശരിയാക്കുന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഫയറിങ് നടന്ന് ഈ ആൾക്കാർ മരിക്കുകയും പിന്നെ ആൾക്കാർ ഓടുകയും ഒക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു 5 പേരാണ് മരിച്ചത്. ഒരാൾ പുഷ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് വെടികിട്ടിയ ആൾ ഇതായി. ഗവൺമെൻറ്റിനോട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് ഓർഡർ ഇട്ടാലും എനിക്ക് കേസ് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആരെ എപ്പോഴ് എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നോബഡി വിൽ ഇൻ്റർഫിയർ. ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം ഈ ചെങ്ങന്നൂർ മൗലവിയുടെ ഡെത്ത് ഉണ്ടാകുന്നതിൻ്റെ ആദ്യ സമയത്ത് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മളിത് അന്വേഷിക്കുമ്പോൾ അത് അന്വേഷിച്ചിരുന്ന ചില ഓഫീസർമാരുടെ വീടുകളിൽ തന്നെയായിരുന്നു ആ അക്യൂസ്ഡ് താമസിച്ചതെന്നാണ്. ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി, ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നത്ര ഹിന്ദു വിമണെ അട്രാക്റ്റ് ചെയ്ത് മുസ്ലിമാക്കുക. മുസ്ലിം വിമണിനെ ഏതെങ്കിലും ഹിന്ദു അല്ലെങ്കിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ആണുങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക. ഇത് അന്നത്തെ പോളിസിയാണ്. 96-97 കാര്യത്തെ ഞാൻ പറയുന്നത്. ബസ്സിൽ വെച്ച് ഒരു CPM കാരനെ കുറേ RSSകാർ കൂടി കൊന്നു എന്നും പറഞ്ഞു. നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിൽ 11 പേരും ആ സമയത്ത് ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തുകൊണ്ട് കാണും. എൻ്റെ വീഡിയോ അടക്കം കിട്ടി. ഞാൻ എപ്പോഴും ഓഫീസേഴ്സിനോട് പറയുക, ഗോ ബൈ ദ ട്രൂത്ത്. നമ്പി നാരായണൻ ഈസ് നോട്ട് എ സയൻറ്റിസ്റ്റ്. He is not an innocent person. He was a womanizer. He had affairs with Marine Rashida. കാരണം അതിനൊക്കെ വളരെ എൻ്റെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേർ ഹി കനോട്ട് ആൻസർ ദാറ്റ്. കൂത്തുപറമ്പ് എഫക്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ കൂത്തുപറമ്പിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ശ്രീ MV രാഘവൻ എന്ന് പറഞ്ഞ അദ്ദേഹം ശരിക്കും ഭയങ്കര പിടിവാശിയുള്ള ആളാണ്. അതിനുശേഷം 96 ഞാൻ കൊച്ചി കമ്മീഷണറായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ ഒരു ഫംഗ്ഷൻ വന്നു. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, അവിടെ ഇഷ്യൂ ഉണ്ടാവും, സാറ് പോകാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ എല്ലാം എഫർട്ട് എടുത്ത് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ്. അപ്പോൾ ഈ 94 ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു വാശിയാണ്, അദ്ദേഹം പോയിരിക്കുന്നുള്ളൂ പറഞ്ഞ് അങ്ങനെ പോലീസെല്ലാം പോയി. അപ്പോൾ ഇപ്പോഴത്തെ DGP ആയിട്ടുള്ള രവത ചന്ദ്രശേഖർ അയാളവിടെ അതിൻ്റെ തലേൻ്റെ ദിവസമാണ് ചാർജ് എടുക്കുന്നത്. ആദ്യമായിട്ട് SP ആയിട്ട് ഈ ചെന്ന് ചാർജ് എടുക്കുകയാണ് തലശ്ശേരിയിൽ. പത്മകുമാറായിരുന്നു SP എന്ന് തോന്നുന്നു. ഹക്കിം ബത്തേരി ഈ മന്ത്രിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൂടെ വന്ന ആൾ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംവിധാനമൊക്കെ ഒരുക്കി. അപ്പോൾ അവസാനം മന്ത്രിയെ ഏകദേശം ആൾക്കാരെ അടിച്ച് ശരിയാക്കുന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഫയറിങ് നടന്ന് ഈ ആൾക്കാർ മരിക്കുകയും പിന്നെ ആൾക്കാർ ഓടുകയും ഒക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു 5 പേരാണ് മരിച്ചത്. ഒരാൾ പുഷ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് വെടികിട്ടിയ ആൾ ഇതായി. അതേ തുടർന്ന് പിന്നീട് ഒരു എൻക്വയറി നടത്തുകയായിരുന്നു. അപ്പോൾ എൻക്വയറിയൊക്കെ നടന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് LDFൻ്റെ ഗവൺമെൻറ്റാണ്. ബൈ ദാറ്റ് ടൈം ഞാൻ ഇപ്പോൾ ഈ 91 to 95 ഞാൻ ADC ആയിരുന്നത്. 95 കരുണാകരൻ മന്ത്രിസഭ മാറി, ISRO കേസൊക്കെ ഉണ്ടായിട്ട് അതിനുശേഷം ഈ ISRO കേസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ADC ടു ഗവർണറാണെന്ന് ഓർക്കണം. അപ്പോൾ ആന്റണി സാറിൻ്റെ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് VM സുധീരൻ സാറൊക്കെ എന്നെ കാണുമ്പോൾ പറയും, വൈ ഡോണ്ട് യു കം ടു പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗവർണർ പറയാണ്ട് സമ്മതിക്കുകയാണെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് ടുക്ക് ദ ആക്ഷൻ. ഐ വെൻറ്റ്. അന്ന് DG ആയിരുന്ന രാജഗോപാൽ നാരായൺ സാറാണ്. എന്നോട് പറഞ്ഞു, യു വിൽ ഐദർ ഗോ ടു കണ്ണൂർ ഓർ ഗോ ടു കൊച്ചി. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, എവിടെയാലും കുഴപ്പമില്ല. സോ ഐ ലാൻഡഡ് അപ്പ് ഇൻ കൊച്ചി ആസ് കമ്മീഷണർ. അങ്ങനെ 1 വർഷം അവിടെ കമ്മീഷണറായിട്ട് ഇരുന്ന് അവിടെ അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നയനാറാണ് പിന്നെയും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എനിക്ക് നല്ല പരിചയം ഒക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ കാളോണം ചെയ്യാനൊന്നും പോയില്ല. ഞാൻ അവിടെ തന്നെ ജോലി നോക്കിയിരുന്നു. അപ്പോൾ ആ ജോലി നോക്കിയ സമയത്ത് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു. ഈ ശശിയാണെന്ന് വിളിക്കുന്നത്, P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഇരിക്കുന്ന അതേ ആൾ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് അർജൻറ്റായിട്ടൊന്ന് കാണണം, രാത്രി ഒരു 10:30. ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ഒരു 11 മണിക്ക് ആണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി എപ്പോഴും ഓഫീസിൽ തന്നെയുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സെൻകുമാറെ, ഞങ്ങൾ ISRO കേസ് തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്ങനെ തിരിച്ചെടുക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്ത് സെൻട്രൽ ഗവൺമെൻറ് CBIക്ക് കൊടുത്ത കേസല്ലേ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമായിട്ട് എങ്ങനെ എടുക്കും? അല്ലല്ല, അതെല്ലാം നമ്മൾ
എടുക്കും. അതിൻ്റെ ലീഗലായിട്ടുള്ള ആസ്പെക്റ്റൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ തന്നെ വിളിച്ചത് എന്ത് പറയാനെന്ന് വെച്ചാൽ യു വിൽ ബി ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഓഫ് ദാറ്റ് കേസ്. അപ്പം ഞാൻ പറഞ്ഞു അത് ഒട്ടും ശരിയാവില്ല. കാരണം ആ കേസ് CBIക്ക് വിടുന്നതിനുള്ള വൺ ഔട്ട് ഓഫ് 4 റീസൺസ് ഈസ് ദിസ്: അന്ന് അന്വേഷിക്കുന്ന ഓഫീസറേക്കാളും 4 കൊല്ലം സീനിയറായിട്ടുള്ളൊരു ഓഫീസർ അതിലൊരു സസ്പെക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പം ആ ഓഫീസറുടെ 6 കൊല്ലം ജൂനിയറാണ് ഞാൻ. അപ്പോൾ എന്നേക്കാളും 10 കൊല്ലം സീനിയറായ ഒരു ഓഫീസറെ അതിൽ സസ്പെക്റ്റായിട്ട് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, കാരണം ഐ ആം മച്ച് ജൂനിയർ ടു ദാറ്റ് ഓഫീസർ ആൻഡ് ഓൾ ദോസ്, ശരിയല്ല. പക്ഷെ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു വി ഓൺലി. അപ്പം അതിനൊരു കാരണമുണ്ട്. ഞാൻ എറണാകുളത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രാഞ്ചൈസി സ്പൈ കേസ് ഉണ്ടായി, അത് പിടികൂടി, അങ്ങനത്തെ ഇഷ്യൂക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ ആ കേസ് ഏൽപ്പിക്കാനായിട്ട് ഇടയുണ്ടായി. അപ്പം ഈ സമയങ്ങളിൽ എന്ത് നടന്നു എന്ന് വെച്ചാൽ ഈ കൂത്തുപറമ്പിൻ്റെ എഫക്റ്റിൻ്റെ ഭാഗമായി വെടിവെപ്പിൻ്റെ ഭാഗമായിട്ട് കണ്ടമാനം റിവെഞ്ച് ആക്ഷൻസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഈ റിവെഞ്ച് ആക്ഷൻ വരുന്നതുകൊണ്ട് എന്ത് അക്രമം നടന്നാലും അവർ നോക്കി നിൽക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് പോയി. ഇംഗ്ലണ്ടിലൊക്കെ വലിയ തീവെപ്പൊക്കെ നടന്ന സമയം അവിടുത്തെ പോലീസ് വലിയതായിട്ട് പറയുന്ന ലണ്ടൻ ബോബി എന്നൊക്കെ പറയുന്ന അവന്മാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരോട് നിങ്ങൾ മാറിയെന്നോ, അവർ അക്രമികൾ തീയിട്ടുകൊണ്ട് പോവുകയാണ്. അതെല്ലാം വീഡിയോ പിടിച്ചെടുക്കുക, അല്ലാതെ ഒരു നടപടി എടുത്തില്ല. പിന്നീട് വീഡിയോ വെച്ച് അവിടെ നിന്ന് മണി ഈടാക്കാനുള്ള നടപടി എടുക്കുക, അല്ലാതെ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു ആക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 96-ൽ അന്വേഷണ കമ്മീഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു 96-ലോ 97-ലോ അന്ന് ഞാൻ അപ്പോഴേക്കും ഞാൻ DIG ആയിരുന്നു. അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഞാൻ DIG ക്രൈംബ്രാഞ്ചായിട്ട് വന്ന് അന്ന് DG ഇൻചാർജായിട്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലാണ് വിളിച്ചുകൊണ്ട് പോയത്. ഒരു ഫ്രൈഡേ ആണ്. അപ്പോൾ കാറിൽ വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, സെൻകുമാർ, ഇത് കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഇന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യണം. ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്താൽ പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്, അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ ആണ്, മൺഡേ അസംബ്ലി തുടങ്ങുകയാണ്. MV രാഘവൻ, അതുപോലെ ആൻ്റണി, ഇതുപോലെ ഈ രൗദ ചന്ദ്രശേഖർ, ഇങ്ങനെ ഹക്കീം ബത്തേരി, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് തിങ്കളാഴ്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടുകൂടി ഫയൽ വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നടപടി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഗവൺമെൻറ് എന്നോടൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് ഓർഡർ ഇട്ടാലും എനിക്ക് കേസ് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ അതെന്ന് പറഞ്ഞു. പക്ഷേ ആരെ എപ്പോഴ് എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നോബഡി വിൽ ഇൻ്റർഫിയർ. ഇനി സാറിന് തോന്നുകയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ യു വിൽ ഹാവ് ടു ഗിവ് മീ ഇൻ റൈറ്റിംഗ് ദാറ്റ് ഹീ ഷുഡ് ബി അറസ്റ്റഡ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ നേരെ പോയി MV രാഘവനെ അറസ്റ്റ് ചെയ്യാനും ആൻ്റണീനെ അറസ്റ്റ് ചെയ്യാനും രാധാ ചന്ദ്രശേഖരെ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേ ഹക്കീം ബത്തേരിനെ അറസ്റ്റ് ചെയ്യാനൊന്നും നടക്കില്ല. ഫസ്റ്റ് ഐ വിൽ കളക്ട് ഡീറ്റെയിൽ എവിഡൻസ്, അതിന് ശേഷം അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറ്റി? ഈ കേസ് എൻ്റെ നിന്ന് പോയി. ഇറ്റ് വെൻ ടു ശേഖരൻ മിനിയോടൻ്റെ അടുത്ത് പോയി, അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ തുടർന്ന് വല്ലാത്ത കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായി. അപ്പോൾ അതിൽ കാണേണ്ടത്, അതിന് മുമ്പ് അവിടെ മറ്റേ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടർ സോമൻ വെടിയേറ്റ് മരിച്ച ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോലീസ് അതിൽ വളരെ അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്താണല്ലോ ഇത് നടക്കുന്നത്. ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പോലീസ് ടോട്ടലി ഇന്നെഫക്റ്റീവായി, അതായത് എന്ത് ആക്രമണമൊക്കെ ഉണ്ടായാലും ഇൻ്റർപോസ് ചെയ്യാനായിട്ട് മടിയായിട്ടിരിക്കുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ ഈ പറയുന്ന കൂത്തുപറമ്പ് എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ആ എഫക്റ്റിൻ്റെ പേരിൽ റിപ്പോർട്ട് എഴുതിയതിന് എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൂത്തുപറമ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ഗവൺമെൻറ്റൽ ആക്ഷൻ ആൻഡ് പോലീസ് ടു മച്ച് ഓഫ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദ പോലീസ് ബിക്കെയിം ടോട്ടലി ഇനാക്റ്റീവ്. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കൂത്തുപറമ്പ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അന്ന് ഈ രവദ ചന്ദ്രശേഖർ സാറിനെതിരെ ഉള്ള ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല, കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ കുറ്റവിമുക്തനാക്കി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അദ്ദേഹത്തിനെതിരെ അന്ന് എടുത്തിരുന്നു. അതിന് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ കേരള പോലീസ് IPS അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു ഇത് സംഭവിക്കുന്ന സമയത്ത്. അപ്പോൾ രവദ ചന്ദ്രശേഖറിന് വേണ്ടി ഞാൻ
നേതൃത്വം എടുത്ത് IPS കാരുടെ നിന്ന് പൈസ കളക്ട് ചെയ്ത് അന്ന് മിക്കവാറും എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ കേസുകളിൽ എൻ്റെ എതിർകക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്ന ഏറ്റവും നല്ലൊരു വക്കീലുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് അങ്ങനെ രവത ചന്ദ്രശേഖരനെ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ളത് വാങ്ങിച്ചു കൊടുത്ത് അടുത്ത സുപ്രീം കോടതിയിൽ പോകാനുള്ള ഹെൽപ്പൊക്കെ കൊടുത്തു. വാസ്തവത്തിൽ LDFന് എന്നോടുള്ള ഏറ്റവും വലിയ വിരോധത്തിന് ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കേസിൽ ഞാൻ രവത ചന്ദ്രശേഖരെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്ന ഒരു ഓഫീസറാണ്. ആക്ഷൻ ഏറ്റവും എടുത്തത്. അല്ലെങ്കിൽ പൈസ കളക്ട് ചെയ്യാനും അങ്ങനെ കോടതിയിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പലരും അതൊന്നും ചെയ്യില്ല. വേറൊരു എക്സാമ്പിൾ അതിലാണോ ഇപ്പോൾ രണ്ടാമത്തെ ബുക്കിലാണോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതായത് 1967 ബാച്ചിലുണ്ടായിരുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഫോർഗട്ട് ഹിസ് നെയിം. അപ്പോൾ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹവും ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആലുവ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായിട്ട് 10 വയസ്സുള്ളൊരു മകൻ മാത്രം രക്ഷപ്പെടുന്നു. ആ കുട്ടിയെ പിന്നീട് നോക്കാനായിട്ട് അല്ലെങ്കിൽ അപ്പോൾ അയാൾ ജനിച്ച് അത്ര നാൾ വരെ സാമാന്യം ഒരു കംഫർട്ടബിൾ ലെവലിൽ വളർന്നു വന്നൊരു കുട്ടിയാണ്. പെട്ടെന്ന് അച്ഛനും അമ്മയും അനിയനും മരിക്കുന്നു. അയാളെ ഞാൻ കാണുന്നത് ഞാൻ കൊല്ലത്തെ SP ആയിരിക്കുമ്പോൾ അയാൾ യോഗയുടെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് അയാളുടെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അനിയനോ അമ്മാവനോ ആരോ ആയിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ 96 ആണെന്ന് തോന്നുന്നു ഇവിടെ പോലീസ് ഇതിൻ്റെ ഉള്ള സമയത്ത് വരുമ്പോണ്ട് അയാൾക്ക് പോലീസിൽ LDC ആയിട്ട് ഡൈയിങ് ഇൻ ഹാർനസിൽ ഉള്ളൊരു സെലക്ഷൻ കിട്ടി. അപ്പോൾ അയാളെ കാസർഗോഡ് പോസ്റ്റ് ചെയ്യുള്ളൂന്നും പറഞ്ഞ് അന്നത്തെ യൂണിയനെല്ലാം ബഹളം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂവിൽ വന്ന് അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പോയി അന്ന് മുഖ്യമന്ത്രി നായനാർ അദ്ദേഹത്തിന് എനിക്ക് വളരെ പരസ്പരം ഞങ്ങൾക്ക് നല്ല ഇതുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു IPS ഓഫീസർ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ കുട്ടിക്ക് ഇതുപോലെ ഉണ്ടാകുന്നത് ഇതാണ്, അതുകൊണ്ട് അയാൾക്ക് പോസ്റ്റിംഗ് കൊടുക്കണം. അപ്പോൾ സ്പെഷ്യലായിട്ട് അപ്പോൾ എന്നെ ഒരു പ്രൊപ്പോസൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ ഓഫീസേഴ്സിനോട് പറഞ്ഞു നമുക്ക് IPS അസോസിയേഷൻ്റെ ആയിട്ട് ഒരു പ്രൊപ്പോസൽ കൊടുക്കാമെന്ന് കൊടുത്ത് ആൾക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റിംഗ് കൊടുത്തു. ഇപ്പോൾ വിനോദ് പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ SP റാങ്കിലായെന്ന് തോന്നുന്നു ഇപ്പോൾ അയാൾ. ഞാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ 97 പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ ചെയ്തത് രവത ചന്ദ്രശേഖർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ്. അവർക്ക് പലതിലും ഒന്നും ചെയ്യാനൊന്നും പറ്റാത്ത വിധത്തിൽ കോടതി നടപടികളിലേക്ക് നമ്മൾ രവതയെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് അതാണ്. അപ്പം ഞാൻ ക്രൈംബ്രാഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ക്രൈംബ്രാഞ്ചിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ആ സമയത്താണ് ഞാൻ ആക്ച്വലി ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫേസ്ബുക്കിൽ 7 പേജുള്ള ഒരെണ്ണിടുന്നു എന്നുള്ളത്. അതിൻ്റെ ഹെഡിങ് തന്നെ സെൻകുമാറും മുസ്ലിം സമൂഹവും എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങാണ്. അപ്പോൾ അതിൽ ഈ ഒരു ചെറിയ ടീം ഉണ്ടാക്കിയിട്ട് അന്ന് കുറേ ഒരു ടെററിസ്റ്റ് പോലെയുള്ള ആക്രമണം ഈ മലബാർ ഏരിയയിലുണ്ടായിരുന്നു. തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് വടക്കോട്ട് ഈ തിയേറ്ററുകൾ കത്തിക്കുക, അതുപോലെ കുറേ ആൾക്കാരെ കൊന്നുകളയുക. ചെങ്ങന്നൂർ മൗലവിയൊക്കെ അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായിരുന്ന കേസുകൾ അന്വേഷിക്കാനായിട്ട് ഞാൻ DIG ക്രൈംബ്രാഞ്ച് ഹെഡ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രി റിയാസിൻ്റെ വാപ്പ അബ്ദുൽ ഖാദർ അതിലൊരു DSP ആണ്. അതുപോലെ ഞങ്ങളൊരു 10 പേരുടെ ടീമുള്ളൂ. അപ്പോൾ ആ ടീം അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ശരിക്കും എത്തുന്നത്. അതുവരെ എനിക്ക് അത്രയും ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ അതിൽ അന്വേഷിക്കുന്ന സമയത്താണ് ഇപ്പോഴതിൽ ഈ ചെങ്ങന്നൂർ മൗലിക ഞങ്ങൾ അല്പം കഴിഞ്ഞിട്ടാണ്, അതായത് മോഹനേന്ദ്രൻ എന്ന് പറയാൻ അതിൽ കുറേ പേര് താമീദ്, മണി, സന്തോഷ്, പിന്നെ മോഹനേന്ദ്രൻ, അങ്ങനെ കുറച്ച് പേരുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കൊന്നതാണ്. സുന്നി ടൈഗർ ഫോഴ്സ്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും അവർ ജംഇയ്യത്തുൽ സാനിയായിട്ട് മാറിയിരുന്നു. സുന്നി ടൈഗർ ഫോഴ്സിൻ്റെ പണി കഴിഞ്ഞിട്ട് അവർ ഇതിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഈ മോഹനേന്ദ്രൻ ആക്ച്വലി ആക്സിഡൻ്റൽ ഡെത്താണെന്നാണ് വെച്ചിരുന്നത്. ആ ആക്സിഡൻ്റൽ ഡെത്ത് അല്ലാന്ന് നമ്മൾ കണ്ടുപിടിച്ച് അയാളെ മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ടു എന്നുള്ളത് ശരിയാണ്. വീണ് കിടന്നവൻ്റെ തലയ്ക്ക് വലിയ കമ്പിയൂടി അടിച്ചാണ് അയാളെ കൊന്നത്. അപ്പോൾ ആ ടീമിനെ പിടികൂടിയപ്പോൾ ആ ടീമിൽ ഉണ്ടായിരുന്ന ഒരുത്തന് കയ്യിൽ ഭയങ്കര ഒരു വെട്ട് കിട്ടിയതിൻ്റെ പാടുണ്ട്. അപ്പോൾ അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഒരു ഗുരുവായൂരിൽ ഒരു സുനിൽ കുമാർ എന്ന് പറഞ്ഞവനെ കൊല്ലാൻ പോയി വീട്ടിൽ അപ്പോൾ അതൊരു കുടിലാണ്.
അവിടെ മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉള്ളൂ. ഇവർ ആക്രമിക്കുന്ന സമയം ആ വിളക്കും പോയി. അപ്പോൾ ഇരുട്ടിലാണ് വെട്ട്. അപ്പോൾ ഒരു വെട്ട് കിട്ടിയത് ഇവന് തന്നെയാണ്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണ്. ആ വെട്ടിൻ്റെ അടയാളമാണ്. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ കേസിൽ ആൾറെഡി 4 CPM-കാരെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം അവർക്ക് ജീവപര്യന്തം കിട്ടി. അവർ ജയിലിൽ കിടക്കാണ്. ഇവർ കൊന്ന കേസിൽ ഇവരാണെന്ന് അപ്പോഴാണ് അറിയുന്നത്. ആ കേസിൽ നമ്മൾ ഫർദറായിട്ട് നോക്കിയപ്പോഴാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ചേകന്നൂർ മൗലവിയെ. അപ്പോൾ ഈ ജീപ്പ് പലയിടത്തും കാണുന്ന ജീപ്പ് ഒരു ബ്ലൂ ജീപ്പാണ്. അപ്പോൾ ചേകന്നൂർ മൗലവിയെ കൊണ്ടുപോയതും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞിരുന്നത് ഒരു ബ്ലൂ ജീപ്പിൽ വന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ജീപ്പാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ആ കേസ് CBIയുടെ കയ്യിലായതുകൊണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ CBIക്ക് അത് ഫോർവേഡ് ചെയ്യാൻ കൊടുത്തു. പിന്നെ CBIക്ക് അവരുടെ ബോഡിയൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് വേറെ അത് സക്സസ്ഫുള്ളായിട്ട് കേസ് നടത്താൻ പറ്റിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം ഈ ചേകന്നൂർ മൗലവിയുടെ ഡെത്ത് ഉണ്ടാകുന്നതിൻ്റെ ആദ്യ സമയത്ത് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മളിത് അന്വേഷിക്കുമ്പോൾ അത് അന്വേഷിച്ചിരുന്ന ചില ഓഫീസർമാരുടെ വീടുകളിൽ തന്നെയായിരുന്നു ആ അക്യൂസ്ഡ് താമസിച്ചതെന്നാണ്. ഇത് കൊലപാതകം ചെയ്തവർ. അങ്ങനെയായിരുന്നു എൻ്റെ അന്വേഷണത്തിൻ്റെ പോക്കെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ബോഡി കിട്ടാതിരിക്കും. കോർപ്പസ് ഡെലിസിറ്റി എന്ന് പറയുന്ന ഇത് വന്നാൽ നമുക്കൊരു ഡെത്ത് നടന്നു എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കുന്ന ഒരു ബോഡി കിട്ടണ്ടേ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തത് മിക്കവാറും ആ പോലീസ് ടീം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും കിട്ടിയില്ല, ബോഡി കിട്ടിയില്ല. പക്ഷേ വി പാസ് ദ ഇൻഫർമേഷൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ സുനിൽകുമാറിൻ്റെ കേസിൽ എന്ത് ചെയ്തു, അതൊരു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഗവൺമെൻറ്റിനും കൊടുത്തു, AGക്കും കൊടുത്തു. ആക്ച്വലി ഈ കേസിൽ ഇന്നെ സംഭവിച്ചിരിക്കുന്നത് ഇവരെല്ലാം ഈ പ്രതികളായിട്ട് ശിക്ഷ അനുഭവിക്കുന്നവരെല്ലാ പ്രതികളും ഇവരാണ് പ്രതികളെന്ന് പറഞ്ഞു കൊടുത്ത് ഹൈക്കോടതിയിൽ അവരെ വിട്ടു. പിന്നീട് ആ CPMൻ്റെ പ്രതികൾ ആയിരുന്ന ആൾക്കാർ കേസ് പുനരന്വേഷണത്തിന് കൊടുത്ത് ഇപ്പോൾ ആ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വിട്ടെന്ന് തോന്നുന്നു. ഇല്ല, അത് കേസ് വിട്ടോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ എന്നെ ആരോ വിളിച്ച് ചോദിച്ചിരുന്നു, അത് അന്വേഷിക്കുന്ന ആരോ വിളിച്ച് ചോദിച്ചിരുന്നു, സാറ് എൻ്റെ റിപ്പോർട്ട് അയച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ IG-ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിവിമൻ സാറായിരുന്നു IG. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം, അന്നത്തെ AG-നെയൊക്കെ അറിയിച്ചിരുന്നു. അതായത് ഈ കേസിലെ ആക്ച്വൽ പ്രതികൾ ഇവരാണ്, ഈ ജമിയത്തുൽ സാനിയുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ ജമിയത്തുൽ സാനിയുടെ കേസിലാവുന്ന നമ്മൾ 6-7 മർഡർ കേസ് പിടിച്ച മുഴുവൻ അൻവാരി സേതലവി എന്നാണ് അവൻ്റെ ആക്ച്വൽ പേര്, അൻവാരി, അവനാണ് എൻ്റെ ലീഡർ. അപ്പോൾ ഈ സുനിൽ മർഡർ കേസിനുണ്ടായ ഒരു വലിയ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും ആക്രമണത്തിന് പോകുന്നതിന് മുന്നേ ദിക്കർ എടുക്കുക എന്ന് പറയും. ഒരു പ്രയർ എന്താണെന്ന് തോന്നുന്നു അവിടെ, ദാറ്റ്സ് എ അറബിക് വേ. അപ്പോൾ ഈ ദിക്കർ എടുത്ത് പോയാൽ ആരും പിടിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ സുനിൽകുമാറിൻ്റെ കേസിൽ എന്ത് പറ്റി, അവർ കൊന്നു, പക്ഷെ മാർക്സിസ്റ്റുകാരെ പിടികൂടി ശിക്ഷിച്ചു. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വിശ്വാസമായി ദിക്കർ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും കാണില്ല എന്നോ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഭയങ്കരമായിട്ട് വളരാനിടയായി. അങ്ങനെയാണ് ഈ മർഡേഴ്സിൽ നടക്കുന്ന ഇതെല്ലാം നോക്കുമ്പോൾ അവർ അന്ന് സേതലവി അൻവാരി തൃശ്ശൂരിൽ അവനൊരു ചെറിയ ഓഫീസ് പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത പേപ്പേഴ്സിലുണ്ടായിരുന്നത്, അതായത് ഇവരുടെ ഒബ്ജക്റ്റീവായിട്ട് ഇപ്പോൾ ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി, ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നത്ര ഹിന്ദു വിമണെ അട്രാക്റ്റ് ചെയ്ത് മുസ്ലിമാക്കുക, മുസ്ലിം വിമണിനെ ഏതെങ്കിലും ഹിന്ദു അല്ലെങ്കിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ആണുങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക. ഇത് അന്നത്തെ പോളിസിയാണ്. 96-97 കാര്യത്തെ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ മുസ്ലിം സ്ത്രീകളായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഈ കൊല്ലപ്പെട്ട എല്ലാവരുടെയും ബേസിക് റീസൺ അത് തന്നെയാണ്. അന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഇത് സേതാലുവയെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കിട്ടിയെങ്കിലും ഞങ്ങൾ കിട്ടുന്നതിന് മുന്നേ അയാൾ ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനിൽ ഞങ്ങൾ എടുക്കാൻ നോക്കി, അയാൾ ബഹ്റൈനിൽ നിന്ന് പാകിസ്ഥാനിൽ പോയായിരുന്നു. അതുമാത്രമാണ് എനിക്ക് പിന്നെ അയാളെ പറ്റി യാതൊരു ഇൻഫർമേഷൻ എനിക്ക് പിന്നെയും കഴിഞ്ഞില്ല. ബഹ്റൈനിൽ നിന്ന് വരെ പോയി നമ്മൾ അത് ബഹ്റൈനിൽ നിന്ന് അയാൾ പാകിസ്ഥാനിൽ പോയിട്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് അങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കുന്ന കുറേയധികം ആ സമയത്ത് ക്രൈംബ്രാഞ്ചിൽ അന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. കേരളത്തിലെ എവിടെ കേസുണ്ടായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അതേപോലെ കുറേ കേസുകളിൽ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലത്ത് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു BJP നേതാവിനെ, കേസ് എങ്ങനെയാണ്,
ആ BJP നേതാവ് വിഷം കുടിച്ച നിലയിൽ ആസ്പത്രിയിൽ വരുന്നു. മജിസ്ട്രേറ്റിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് അയാൾ മരണമൊഴി കൊടുക്കുന്നു. എന്നെ 5-6 മാർക്സിസ്റ്റുകാർ കൂടി പിടിച്ചു നിർത്തി എൻ്റെ വായിൽ വിഷമൊഴിച്ച് തന്നു. അങ്ങനെയാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇറ്റ് ഇസ് എ ഡൈൻഡ് ഡിക്ലറേഷൻ ബിഫോർ മജിസ്ട്രേറ്റ് തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, ഡോക്ടറല്ല. എന്തായാലും അങ്ങനെ കേസെടുത്തു. ഈ മാർക്സിസ്റ്റുകാർ മുഴുവൻ പിടിച്ച് അവർ ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറി വന്നു. അപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി ഒരു ദിവസം ക്യാമ്പ് ചെയ്തു ഒറ്റപ്പാലത്ത്. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ ഇയാളുടെ ഈ പറയുന്ന മരിച്ച ആളുടെ ചെരുപ്പ് അന്നും അവിടെ ഈ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ചെരുപ്പിൻ്റെ അടിയിലുള്ള മണ്ണെടുക്കാൻ പറഞ്ഞു. അങ്ങനെ മണ്ണെടുത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ വഴിയിലല്ല ഉള്ള മണ്ണല്ല അത്. അയാൾ പറഞ്ഞ മണ്ണ് അത് പാടത്തുകൂടെ വന്നിരിക്കുന്ന അവിടുത്തെ മണ്ണാണ്. ഇയാൾ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് കല്ലും ഇതൊക്കെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇയാളെ. പിന്നീട് അപ്പോൾ നമുക്ക് സംശയമായി തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പോയ്സൺ കാർഷിക ഇതിൽ നിന്ന് അത് പോയ്സൺ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് ഇയാൾ പോയ്സൺ വാങ്ങിയിരിക്കുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുടെ അവിടെ നിന്നുള്ള ബില്ലിൻ്റെ കോപ്പി വരെ എടുത്ത് വി പ്രൂവ്ഡ് ദാറ്റ്സ് എ കേസ് ഓഫ് സൂയിസൈഡ്. ഇറ്റ് ഈസ് നോട്ട് എ കേസ് ഓഫ് മർഡർ. അപ്പോൾ ആയിരുന്നില്ല. അങ്ങനെ ഇവരെല്ലാം പുറത്തു വിട്ടു. അപ്പോൾ ചിലർക്ക് തോന്നിക്കാണും നമ്മൾ മാർക്സിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഉള്ള കാര്യമായിരുന്നു. ഞാൻ ഈ കേസ് മറന്നു കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏതോ ഒരു കൊല്ലം അന്ന് ഞാൻ DG ആയിരിക്കുന്ന സമയത്താണ്, SPC ആയിരിക്കുന്ന സമയത്ത് ഹംസ എന്ന് പറയുന്ന ഒരു ആൾ തന്നെ XMLA എന്നെ കാണാൻ വന്നു. അയാൾ MLA ആണോ XMLA ആണെന്ന് അറിയില്ല. അയാളായിരുന്നു അന്ന് അവിടുത്തെ MLA ഈ ഒറ്റപ്പാലത്ത്. അപ്പോൾ എന്നെ ഓർമ്മിച്ചു ഇങ്ങനെയൊരു കേസുണ്ടായി. അന്ന് ഞങ്ങളുടെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലിയർ എവിഡൻസ് ഉണ്ട്. ആക്ച്വലി ഈ പറയുന്ന സമയം ഇയാളെ ആക്രമിച്ചു എന്ന് പറയുന്ന സമയം ഇവരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. എല്ലാവരും ഈ അക്യൂസ്ഡ് എല്ലാം അവിടെ പ്രസൻ്റ് ആണെന്ന് കൃത്യത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കേസ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന കേസാണ് ചെമ്പഴന്തിയിൽ കാലത്ത് 10 മണിക്ക് ബസ്സിൽ വെച്ച് ഒരു CPM-കാരനെ കുറേ RSSകാർ കൂടി കൊന്നു എന്നും പറഞ്ഞു. അപ്പോൾ 12 പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, RSകാരെ. ആ കേസ് നമ്മുടെ അടുത്ത് നമ്മൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കാനാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിൽ 11 പേരും ആ സമയത്ത് ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ വീഡിയോ അടക്കം കിട്ടി. നമ്മൾ ആ 11 പേരെയും എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒറ്റപ്പാലത്തെ കേസിൽ വേണമെങ്കിൽ BJP-കാർക്ക് തോന്നാം മാർക്സിസ്റ്റുകാർ സഹായിച്ചാണെന്ന്. പക്ഷേ ചെമ്പഴന്തിയിലെ കേസിൽ മാർക്സിസ്റ്റുകാർക്ക് തോന്നാം BJP-യെ സഹായിച്ചാണെന്ന്. പക്ഷേ വി ഗോ ബൈ ദ ട്രൂത്ത്. നമുക്കുള്ള ട്രൂത്ത് അതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓഫീസേഴ്സിനോട് പറയുക ഗോ ബൈ ദ ട്രൂത്ത്. ഇപ്പം നമ്മൾ അതുപോലെ ഇപ്പോൾ ഒരു കേസിൽ നമ്മൾ ബൈ ട്രൂത്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ് ടു ദ ഗോഡ്. ഹി ആൾസോ നീഡ് സം വർക്ക്. വി ഡോണ്ട് തെളിവൊന്നും അഡീഷണലായിട്ട് ഇല്ലാത്ത തെളിവൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉള്ള തെളിവ് നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്നതിന് മാക്സിമം എഫർട്ട് എടുക്കുക, മാക്സിമം സയൻറ്റിഫിക് എവിഡൻസ് എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ലീവ് ഇറ്റ് ടു ദ ഗോഡ്. ലെറ്റ് ദ ഗോഡ് ഡിസൈഡ് ഓൺ ദാറ്റ്. ഇതാണ് എൻ്റെ പോളിസി ആയിരുന്നു. ഇതേപോലെ എൻ്റെ താഴെയുള്ള ഓഫീസേഴ്സിനോട് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ഈ പറയുന്ന പെരുമ്പാവൂർ കേസിലും ഇപ്പോൾ 2016 ഗവൺമെൻറ്റിനെയൊക്കെ വളരെ ബാധിക്കുന്ന ഒരു കേസല്ല. നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് പ്രതിയാക്കാൻ ഒരു ഇതുമില്ല. റിട്ടയർ ചെയ്ത പിന്നീട് ഞാൻ കണ്ട ഒരു ഹൈക്കോടതി ജഡ്ജ് എന്നോട് പറഞ്ഞു, അദ്ദേഹം റിട്ടയർ ചെയ്തു ആ സമയത്ത് പറഞ്ഞു, ഞങ്ങൾ ഹൈക്കോടതിയിലൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു ഇതിൽ ആരെങ്കിലും പോലീസ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുമെന്ന് ഒരു പ്രതിയെ. കാരണം ഇലക്ഷൻ മുന്നേ പിടിക്കാനായിട്ട് നമ്മൾ ഇലക്ഷൻ മുന്നേ അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസ് എന്ന് വെച്ചാൽ DNA അതിൻ്റെ എല്ലാം കിട്ടി. ഏതാളെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ പുറത്ത് കടിച്ച ഇതുണ്ടായിരുന്നു. ആ സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം എൻ്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കൊടുത്തപ്പോൾ അവർക്ക് ഇത് മെഷീനറി ഇല്ല അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നില്ല. അത് പിന്നീട് ശരിയാക്കി കൊടുത്തു. എന്നിട്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കൊടുത്ത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ബിന്ദുവാണെന്ന് തോന്നുന്നു ഡോക്ടർ. അപ്പോൾ അവർ എഫർട്ട് എടുത്ത് അതിൻ്റെ DNA അങ്ങനെയാണ് ആദ്യം ഈ അക്യൂസിൻ്റെ DNA നമുക്ക് ആദ്യം കിട്ടുന്നത്. സോ ആരെ പിടിച്ചാലും അത് കഴിഞ്ഞ് നമ്മൾ പല്ലിൻ്റെ അടയാളമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഉന്നതനായിട്ടുള്ള ഒരു ഫോറൻസിക്സ് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹം ഈ പല്ലിൻ്റെ ഇത് നോക്കിയിട്ട് ഒരെണ്ണം പാച്ച് ചെയ്യുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, സെൻകുമാർ യു ക്യാൻ അറസ്റ്റ് ഹിം. ഞാൻ പറഞ്ഞു നോ ഡോക്ടർ, ഐ വിൽ അറസ്റ്റ് ഓൺലി ഇഫ് the DNA matches. So we took the blood of that person and matched with the DNA. It's not matching. I told nothing doing. അത് whatever election ഉണ്ട് അതൊക്കെ ഉണ്ട്. പക്ഷേ തിങ്സ് വിൽ ഓൺലി ഗോ ലൈക്ക് ദിസ്. അപ്പോൾ ഈ DIG ഒക്കെ ക്രൈംബ്രാഞ്ചിലായിരിക്കുന്ന സമയം ഇങ്ങനെയുള്ള കേസുകളും
ഒക്കെ ഉണ്ടായി. അങ്ങനെ എൻ്റെ അവസാന അപ്പോൾ അതിൽ ISRO കേസിന് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ISRO കേസും ഇതിൻ്റെ ഭാഗമായിട്ട് എന്നോട്, അപ്പം ഞാൻ എഴുതി കൊടുത്തു, ISRO കേസ് അന്വേഷിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ അന്വേഷിക്കുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ലീഗലായിട്ട് ഈ കേസ് തിരിച്ചെടുത്ത് നിൽക്കില്ല, കാരണം വിത്തൗട്ട് സെൻട്രൽ കൺസെൻറ്റ്. അതുകൊണ്ട് സെൻട്രൽ കൺസെൻറ്റ് വാങ്ങിക്കണം. അന്ന് AG എനിക്ക് തോന്നുന്നു ഗുപ്ത, ഇന്ദ്രജിത്ത് ഗുപ്തയായിരുന്നു തോന്നുന്നു, CPIയുടെ ആളായിരുന്നു, ഹോം മിനിസ്റ്റർ. ഞങ്ങൾ കണ്ടായിരുന്നു ഇത് പറയാനായിട്ട്, ഞാൻ AG കൂടി ഇത് സാങ്ഷൻ തരണം എന്നുള്ളത് പറയാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതി കൊടുത്തത്, ഐ വിൽ ഓൺലി സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ വെൻ എ കോർട്ട് അലൗസ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലാതെ ഞാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ കേരള ഹൈക്കോടതിയിലുണ്ടായ ഒരു വിധി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു, കേരള ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ കറക്റ്റാണ്, ദേ ക്യാൻ ടേക്ക് ബാക്ക് ദ കേസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഞാൻ ഇൻവെസ്റ്റിഗേഷൻ പിറ്റേ ദിവസം അത് മാറാനായിട്ട്, പിറ്റേ ദിവസം തന്നെ അപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഉടനെ കേസ് ആരംഭിക്കണം, അത് ചെയ്യണം. ഞാൻ എറണാകുളം CJM കോടതിയിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റാനായിട്ട് ലെറ്റർ കൊടുത്തു. പിറ്റേ ദിവസം അവർ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് സ്റ്റേ ആയി. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ഈ 96 അതിനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ സമയത്ത് നമ്മൾ ഇതേപ്പറ്റി കുറേ വെരിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അൺഒഫീഷ്യലായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിൽ ഐ സേ ദാറ്റ്, എന്താണ് നമ്മുടെ നമ്പി നാരായണൻ ഈസ് നോട്ട് എ, എന്താ പറയുന്നത്, സയൻറ്റിസ്റ്റ്. ഹി ഈസ് നോട്ട് എൻ ഇന്നസെൻറ്റ് പേഴ്സൺ. ഇന്നസെൻറ്റ് ആസ് ഫാർ ആസ് എന്താ പറയുന്നത്, ഇയാളിപ്പോൾ പറയുന്നത് പോലെ, അതായത് അമേരിക്ക നമ്മളെ തകർക്കാൻ വേണ്ടി അത് ചെയ്തതാണ് ഇത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റാണ്. ഹി വാസ് എ വുമണൈസർ. ഹി ഹാഡ് അഫെയർസ് വിത്ത് മറിയം റഷീദ. കാരണം അതിനൊക്കെ വളരെ എൻ്റെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേർ ഹി കനോട്ട് ആൻസർ ദാറ്റ്. നോബഡി ഹാസ് ആൻസർഡ് ഇറ്റ്. ഇപ്പം എല്ലാവരും വന്ന് പറയുന്നുണ്ട് അയാൾ ഇന്നസെൻ്റ് ആണ്, അയാൾ ഇതാണ്, കേസ് കള്ളക്കേസാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം പിന്നെ വന്ന് ഇപ്പോൾ കുറേ ഓഫീസേഴ്സിനെ പിടിച്ച് അവരുടെ പേരിൽ ഇത് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തതിന് കേസെടുക്കുന്നത് എങ്ങനെയാണ്? ISRO കേസെടുക്കുന്നത് 94 എനിക്ക് തോന്നുന്നു. ക്രൈം 245 എത്രയാണെന്ന് തോന്നുന്നു, 225 ആണെന്ന് ഓർമ്മയില്ല. 2 കേസുണ്ടായിരുന്നു. അന്ന് മിസ്റ്റർ രാമൻ ശ്രീവാസ്തവ IG, രാജീവൻ സർവാസ് കമ്മീഷണർ, ഋഷിയ സിംഗ് വാസ് ഡെപ്യൂട്ടി കമ്മീഷണർ, സ്മാർട്ട് വിജയൻ എന്ന് പറഞ്ഞ വിജയൻ അന്ന് ഇൻ്റലിജൻസിൻ്റെ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ CI. അപ്പോൾ ഋഷിയ സിംഗ് വാസ്തവത്തിൽ എൻ്റെ ആക്ഷൻ നടക്കുന്ന സത്യത്തിൽ എങ്ങനെയാണ്, ഇയാൾ അന്ന് വീടൊക്കെ കിട്ടാൻ ഭയങ്കര പാട്, തിരുവനന്തപുരത്ത് വീടൊന്നും കിട്ടില്ല. അയാൾ വീട് അന്വേഷിച്ച് നടക്കുന്ന സമയം ഏതെങ്കിലും വീട് ഒരുവിധം ഭേദപ്പെട്ട് പോയി കണ്ടാൽ അത് ഈ മായിക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഹി ടോൾഡ് വിജയൻ ആക്ച്വലി ദർ ഷുഡ് ബി എൻ എൻക്വയറി ഓൺ ദീസ് തിങ്സ്. ഈ മാലിക്കാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർക്ക് അവിടെ അന്ന് ഇതുപോലത്തെ സ്ഥലമൊന്നുമല്ല, ഒരു കുടിലോ ചെറിയ കെട്ടിടമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. അവരിവിടെ വന്ന്, ഇപ്പം അന്നെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സാലറിയൊക്കെ ഏകദേശം 4000 രൂപ 5000 രൂപയുള്ള സമയമാണ് ഞങ്ങൾക്കൊരു മന്ത്സ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർക്ക് 50,000 രൂപ 60,000 രൂപ കിട്ടുമ്പോൾ അവർ തിരുവനന്തപുരത്ത് വന്ന് ഒന്നാം തരം വീടെടുത്ത് നല്ല ലാവിഷ് ലിവിങ് കഴിച്ചാലും എന്നാലേ അവർക്ക് 10,000-30,000 രൂപ ബാക്കി ഉണ്ടാവും. അതുകൊണ്ടാണ് അവരിവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് തപ്പിപ്പോയ, അങ്ങനെ വിജയനോട് ഇവരെ അന്വേഷിക്കാൻ പറഞ്ഞു. വിജയൻ അന്വേഷിച്ച അവസാനം ഒരു ഹോട്ടലിൽ ചെന്ന് അവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട്. അതിനെ അന്വേഷിച്ച് വന്ന സമയത്ത് അവരുടെ ഫോൺ കോണ്ടാക്റ്റിൽ വിളിച്ചു നോക്കിയപ്പോഴാണ് ഈ 2 നമ്പി നാരായണൻ, ശശികുമാർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആക്ച്വലി ആക്സിഡൻ്റിലെയാണ് ഈ കേസിൽ അവരുടെ പേര് വരാനിടയായതും. പിന്നീട് ആ കേസ് ISRO ആയതുകൊണ്ട് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും എന്നിട്ട് മിസ്റ്റർ സിബി മാത്യൂസ് അന്വേഷിക്കും. അദ്ദേഹം ഇവരെ അറസ്റ്റ് ചെയ്ത് 4 ഡേയ്സാണ് എനിക്ക് തോന്നുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ആകെ ഉണ്ടായത്. അതിൽ ഏറ്റവും രസം എന്തെന്ന് വെച്ചാൽ, ഈ 4 ഡേയ്സ് കസ്റ്റഡി കഴിഞ്ഞിട്ട് CBI കൊണ്ടുപോകുന്നു ഇവരെ. CBI അവരെ എനിക്ക് തോന്നുന്നു 46 മോർ ഡേയ്സ് കസ്റ്റഡിയിൽ വെച്ചു. അപ്പോൾ 14 ദിവസം കഴിയുമ്പോൾ കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കണം. കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവൻ ഇന്നസെൻ്റ് ആണ്, അതുകൊണ്ട് കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ഇവർ കുറ്റം ചെയ്തവരാണ്, ഇവരെ ഇനിയും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായിട്ട് കോടതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ദിവസമൊക്കെ ക്രൈംബ്രാഞ്ച് CBI എന്താ ചെയ്തിരുന്നത്? അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ അന്ന് ഗവർണറുടെ ADC ആണ്, എനിക്കിതായിട്ട് യാതൊരു ബന്ധമില്ല. പുറത്തുനിന്ന് കാണുന്ന ടോട്ടൽ സ്പെക്ടേറ്റർ, പത്രത്തിൽ വരുന്നതും അങ്ങനെയുള്ളത് കാണുന്ന ഒരാളാണ്.
അപ്പോൾ അന്ന് ഈ കേസ് നടക്കുന്ന ദിവസം ആകസ്മികമായിട്ട് പെട്ടെന്ന് നരസിംഹറാവു രാജഭവനിൽ ഞാൻ എ ഡി സി ആയതുകൊണ്ട് നമുക്കതൊക്കെ അറിയാമല്ലോ, അവിടെയാണല്ലോ വരുന്നത്, അവിടെയാണ് താമസിക്കുന്നത്, വേറെ ആരും വരുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. വളരെയധികം കാര്യങ്ങൾ, അതായത് എപ്പോഴാണ് ഫൗസിയ ഹസൻ, വേറെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആളുണ്ട്, ശർമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവരൊക്കെ കാണുന്നത്, അതിനൊക്കെ വേറെ എവിഡൻസ് ഉണ്ട്. ഇവർ കണ്ടു എന്ന് പറയുന്നതിന് 6 മാസം മുന്നേ അവരുടെ കുട്ടിക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ. അങ്ങനെയുള്ള കുറേ അധികം ഇഷ്യൂസ് ഉണ്ട് വിച്ച് കനോട്ട് ബി ആൻസേർഡ് ബൈ എനി ഓഫ് ദീസ് പീപ്പിൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യായിരുന്നെങ്കിൽ, അതായത് ഈ കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റോടുകൂടി മാത്രം ഈ കേസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ലീഗൽ ഇഷ്യൂ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇവർക്ക് അന്ന് വലിയ വാശിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സഫർ ചെയ്യേണ്ട വന്നത് ഞാനാണ്. ഈ എന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് എടുത്ത ടീമുണ്ടാക്കാനൊക്കെ എടുത്ത ക്യാബിനറ്റ് തീരുമാനത്തിൽ ഒരാളാണ് മിസ്റ്റർ പിണറായി വിജയൻ. അന്ന് അങ്ങേര് ഇലക്ട്രിസിറ്റി മിനിസ്റ്ററാണ്, നായനാർ സാർ മുഖ്യമന്ത്രി. എന്നിട്ട് 2017 എന്നെ KT ക്യാറ്റിൻ്റെ മെമ്പറായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ 5 കേസ് ഇവരെടുത്തു. ഒന്ന് ഒരു കറപ്ഷൻ നടത്താൻ നോക്കിയെന്നുള്ള കേസ്, പിന്നെ വേറെ എന്തോ 4-5 കേസ് എടുത്തു കഴിഞ്ഞു. എൻ്റെ ഫയലെല്ലാം ഉണ്ട് കോടതിയിൽ. അപ്പോൾ എന്നെ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഗവർണർ സദാശിവം എന്ന് പറഞ്ഞ പഴയ ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ അദ്ദേഹം ഈ ഫയൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ പേരിൽ ഇങ്ങനെ കേസുണ്ട് എന്നും പറഞ്ഞ് ഇവർ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് വാസ്തവത്തിൽ KT ക്യാറ്റിൻ്റെ ഫയൽ പോകേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, CAT ക്യാറ്റിൻ്റെ ഫയൽ പോകേണ്ടത് സുപ്രീം കോടതി വഴിയാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് സുപ്രീം കോടതിക്ക് അയച്ചു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ സെൻകുമാറിൻ്റെ പേരിൽ കേസുകളുണ്ടെങ്കിൽ ആ കേസുകൾ ഡിസ്പോസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓർഡർ ഇട്ട് വെച്ച്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കേസുകൾ, എനിക്കുണ്ടായിട്ടുള്ള കേസുകൾ കേരള ഹൈക്കോടതി കോഷ് ചെയ്തു. അതിൽ ചില കേസുകളിൽ അവരുടെ ചില ആൾക്കാർ സുപ്രീം കോടതി പോയി. അതിൽ ചിലർക്ക് സുപ്രീം കോടതി 25,000 രൂപയൊക്കെ ഫൈനൊക്കെ അടച്ചു. അങ്ങനെ നമ്മൾ ശരിക്കും ഓടേണ്ട വന്നു. പക്ഷേ എന്തായാലും ഇങ്ങനെയൊക്കെ എല്ലാ കേസും തീർന്നു. എല്ലാ കേസും തീർന്നപ്പോൾ ഐ ഗേവ് എ പെറ്റീഷൻ ദാറ്റ് എൻ്റെ പേരിലുള്ള കേസുകളെല്ലാം തീർന്നിരിക്കുന്നു, അപ്പോൾ ഇനി കൺസിഡർ ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ചെയ്ത പണി എന്താണെന്നറിയൂ, ISR കേസിൽ സംഭവിച്ചത് ഇത് സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെതിരായിട്ട് സുപ്രീം കോടതി പോയ കേസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരള ഗവൺമെൻറ് ചെയ്ത പ്രവൃത്തി തെറ്റാണെന്നുള്ളതാണ് ഫൈൻഡിങ്, വിച്ച് ഐ ആൾസോ ടോൾഡ് എയർലിയർ. ഇവരോട് ആദ്യമേ ഞാൻ എഴുതി കൊടുത്തതാണ്, പറയാൻ മാത്രമല്ല എഴുതി കൊടുത്തതാണ്. അപ്പോൾ അതിനെ തുടർന്ന് സുപ്രീം കോടതി അതിനിടയ്ക്ക് വേറെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇതിൽ പറയുന്നില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോ സെക്രട്ടറി ജഡ്ജായിരുന്ന ആളാണ്. അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇതിലുണ്ടായിരിക്കാം. പിന്നെ നരസിംഹറാവു അദ്ദേഹം വന്നതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇതൊരു കള്ളക്കേസാണെന്നുള്ള വിധത്തിൽ വന്നു. അതിനുശേഷം ഇവരവിടെ പെറ്റീഷൻ കൊടുക്കാൻ തുടങ്ങി. എവറിതിങ് ടേൺഡ് ഇൻ ബാലൻസ് ടു ദാറ്റ് സൈഡ്. അങ്ങനെയാണ് അവസാനം ഇത് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഓർഡറൊക്കെ ആയി. ഇതിനിടയ്ക്ക് നമ്പി നാരായണനൊക്കെ, ഞാനപ്പോൾ നമ്പി നാരായണനെ കണ്ടിട്ടില്ല, ഇതിൽ ഒരു അക്യൂസിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ മറിയം റഷീദേനും ഫൗസിയെ മാത്രം കണ്ടിട്ടുണ്ട്. കാരണം നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് അവരെ പിടിക്കാൻ പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേരള ഹൈക്കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് അതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി. അപ്പോൾ അതിലേക്കൊക്കെ പോയത് ഞാനാണ്. ഞാൻ പക്ഷേ ഇവരെ അകലൊന്നും കണ്ടിട്ടുള്ളൂ. ബാക്കി ഒരു അക്യൂസിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നമ്പി നാരായണനെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നമ്പി നാരായണനൊക്കെ കൂടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കേസുകൊണ്ട് ഇവിടുത്തെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു. ഇതുപോലെ വേറൊരു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു, അത് ശർമ്മയാണെന്ന് തോന്നുന്നു, അവിടെ ബാംഗ്ലൂർ ഒരു കേസ് കൊടുത്തു. അതായത് അതിൽ അവരാണ് പ്രതികൾ, പക്ഷേ അതിൽ കൂട്ടിച്ചേർത്തു ഞാൻ ഈ പുതിയ കേസ് എടുത്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ കർണാടകത്തിലേ പോയിട്ടില്ല, പക്ഷേ അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തു. അങ്ങനെ അതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ പോയ കേസിൽ ഇതിൽ ഇന്ന ആൾക്കാരുടെ പേരിൽ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു കമ്മീഷൻ വെച്ച്, ഒരു ജഡ്ജ് ഓഫ് ദ സുപ്രീം കോടതി റിട്ടയേർഡ് ആയിട്ടുള്ളത് അദ്ദേഹം വന്ന് ഇവരുടെ നമ്പി നാരായണൻ്റെ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് വെച്ച് FIR ഇട്ട് കേസെടുക്കാൻ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്.
അപ്പം ഞാൻ രണ്ടാമത് കൊടുക്കുമ്പോൾ എൻ്റെ പേരിൽ യാതൊരു ഒന്നും ബാക്കിയില്ല. പക്ഷെ ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? ഞാൻ ആ കേസിൽ പ്രധാന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്, അതുകൊണ്ട് ഇത് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ വലിയ നടപടികളൊക്കെ ഉണ്ടാകും എന്നും പറഞ്ഞ് ഈ ഇപ്പോഴിരിക്കുന്ന ചീഫ് സെക്രട്ടറി നാണം കെട്ടവൻ അതിൽ ഒപ്പിട്ടുകൊണ്ട് അയച്ചിരിക്കുന്നു ജയത്തിലേക്ക്. എന്നാൽ അയാൾ എവിടെയായിരിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ അയാൾ എന്താണെന്ന് എനിക്കറിയാം, അയാളുടെ സ്വഭാവം എനിക്കറിയാം. അത് മറ്റേ IAS ഓഫീസർ ഉണ്ടല്ലോ പ്രശാന്ത് പറയുന്നത് 100% ശരിയാണ്. അപ്പോൾ അതേ രീതിയിൽ ഉള്ള ഒരാളാണത്. ഒരാളൊരു ഓഫീസറെ ഒപ്പിടുന്നതിന് മുന്നേ നോക്കണ്ടേ ഈ ആൾ കേസിൽ പ്രതിയാണെന്ന് പോലും. അതില്ലാതെയാണ് ഞാൻ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഫയൽ ഉണ്ടാക്കി വെച്ചതാണ് ഇതിനെല്ലാം ഡാമേജിന് കേസ് കൊടുക്കണമെന്ന്. ഇവർക്കെതിരെയൊക്കെ ഈ ഓഫീസർമാർക്ക് എനിക്കെതിരെ കള്ളക്കേസെടുത്ത ഇൻക്ലൂഡിങ് നളിനി നെറ്റോ എല്ലാവരുടെയും പേരിൽ ഡാമേജിന് കേസ് കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ, ഐ ഹാവ് സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഫൈറ്റിംഗ് സോ മെനി കേസസ്. റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ പിണറായിയുടെ കേസ് അതിന് നടത്തുന്നതിന്, അത് കഴിഞ്ഞ് നമ്മുടെ പേരിലുണ്ടായിരുന്ന കള്ളക്കേസുകൾ കുറേ ഹൈക്കോടതിയിലും പോയി കോഷ് ചെയ്യുന്നതിന്, ചിലത് 3-4 സുപ്രീം കോടതിയിൽ പോയായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ ഞാനും പോകണ്ടേ? അപ്പോൾ അതിലും ഇതാണ് എനിക്കുണ്ടായത്. കലാഭവൻ മണിയെപ്പറ്റി ഞാനൊരു പ്രസ്താവന നടത്തിയായിരുന്നു. അതായത് ഞാൻ ADG ഇൻ്റലിജൻസ് ആയിരിക്കുന്ന സമയം നമ്മൾ തൃശ്ശൂർ ഞാൻ ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓഫീസറായിരുന്നു. കൊല്ലത്തുണ്ടായിരുന്ന എറണാകുളത്തുണ്ടായിരുന്ന ഒരു CA ആയിരുന്നു, ബഷീറാന്ന് തോന്നുന്നു. ബഷീർ എന്നാണോ അയാളുടെ പേര് എക്സാക്റ്റ് ആയിട്ട് ഞാൻ വിട്ടുപോയി. അയാൾ തൃശ്ശൂർ SP ആണ്. അപ്പോൾ അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, സാറേ ഞങ്ങൾ എല്ലാ എയർപോർട്ടിലും ആൾക്കാരൊക്കെ നിർത്തിയിരിക്കുകയാണ്, അവിടെ വെച്ച് നിർത്തിയ. ഞാൻ എന്ത് പറ്റി? ഈ കലാഭവൻ മണി വന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കലാഭവൻ മണി എനിക്ക് പറ്റിയത്? ഈ കലാഭവൻ മണിയും അയാളുടെ ഒരു ഫ്രണ്ടും അയാളുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത്, ഡോക്ടറെന്ന് പറയുന്നു. അവർ അവിടെ ചാലക്കുടി അതിരപ്പള്ളിയിൽ അവിടെ കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ കാറ് ഫോറസ്റ്റുകാർ എന്തോ തടയും, അങ്ങനെ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഫോറസ്റ്റുകാർ ആക്രമിച്ചു എന്നും പറഞ്ഞ് കേസെടുത്തിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അയാളെ പിടിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവരോട് ചോദിച്ചു എന്താണോ ഒഫൻസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കലാഭവൻ മണിയെ നിങ്ങളിങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുമോ? അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അയാളൊരു വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നുമില്ലാതെ വന്നിട്ട് അയാൾ ഇതിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിന് നമ്മൾ അതിൻ്റെ കൺസിഡറേഷൻ കൊടുക്കണ്ടേ? അപ്പോൾ എന്ന് പറഞ്ഞ് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം ഉണ്ടായ സമയത്ത് അതിൽ പോലീസുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പോലീസിൻ്റെ സ്വഭാവം നമ്മൾ മാറിയിട്ടില്ല. കറുത്തവരെ കാണുമ്പോൾ ചവിട്ടിക്കൂട്ടുകയും വെളുത്തവരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന സ്വഭാവമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞ് പോലീസിന് ഒരു ഉപദേശമൊക്കെ കൊടുത്തതാണ്. ഇത് വന്ന് പക്ഷേ ഭയങ്കര സെൻസേഷനായിട്ട് വന്ന് എങ്ങനെയോ ഒരു ഭയങ്കര ഇതായി. ഈ ഫോറസ്റ്റുകാർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഇതിനെ കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതായാലും മെൻഷൻ ചെയ്തിട്ട് ഞാനിൽ റെസ്പോണ്ടൻ്റ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ജഡ്ജ് അത് എടുത്തു വെച്ചിട്ട് എന്തെന്ന് വെച്ചാൽ ഞാനൊരു പ്രതി എന്ന നിലയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്രൈംബ്രാഞ്ചിൽ DIG ആയിട്ട് അന്വേഷിക്കുമ്പോൾ ഒരു വേളിയുടെ അടുത്ത് ഡെഡ് ബോഡി കണ്ടെത്തിയ ഒരു കേസാണ്. അയാളുടെ പേര് ഞാൻ രാജേന്ദ്രൻ കാണി മർഡർ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ലോക്കൽ പോലീസൊക്കെ അന്വേഷിച്ചതിന് ശേഷം തൃപ്തിയില്ലാതെ അത് ക്രൈംബ്രാഞ്ചിൽ എൻ്റെ ടീമിനെ വന്നു. ഋഷിയാ സിംഗൊക്കെ എൻ്റെ കീഴിൽ ഈ ടീമിലുള്ളതാണ്. ഋഷിയാ സിംഗ് മുഴുവൻ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ പറക്കി കൊണ്ടുവന്നതാണ്. ആ കായലിലുള്ള കംപ്ലീറ്റ് ചെരുപ്പ് പറക്കി കൊണ്ടുവന്ന ആളാണ് ഋഷിയാ സിംഗ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആൾ സൂസൈഡ് ചെയ്ത മരിച്ച ആളുടെ വീട്ടിൽ പോയി നോക്കുമ്പോഴുണ്ട് അവിടുത്തെ ഇന്നത്തെ TV അല്ല, വളരെ ചെറിയൊരു TV. ആ TV നമ്മൾ ഓൺ ചെയ്തപ്പോൾ അതിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഇതിലാണ് ആ TV നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ അവിടുത്തെ അലമാരകൾ ചെറുത്, അതായത് ഈ അയാൾ ഇതിൻ്റെ ഇതായിരുന്നു ടെലിഗ്രാഫിൻ്റെ അതിൻ്റെ ഇതൊരു ഇതാണ്. റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ വെക്കാൻ പറ്റില്ല, അത്ര ചെറിയ. എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അറിയില്ല. 300 സ്ക്വയർ ഫീറ്റ് കണ്ടുണ്ട് ആകെ ഉള്ള വീടുകളാണ്. ചൂടെടുത്തിട്ട് അതിൽ നിൽക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടി ഇങ്ങനെ. ഞങ്ങൾ പോലീസിലൊക്കെ വിൻസംബോളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് മാറ്റിയിട്ട് 750 സ്ക്വയർ ഫീറ്റ് ആക്കി മിനിമം, അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഈ 400 400 സ്ക്വയർ ഫീറ്റ് വീടുകളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കുന്നതിലും ഉണ്ടാക്കിയിരിക്കുക. അതിന് പകരം 2 പേർക്ക് പകരം ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ അയാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാം. മറ്റേത് വീട് കൊടുത്തെന്ന് മാത്രം പറയാൻ പറ്റില്ല. അത് ബൈ ദ വേ പറഞ്ഞതാണ്.
അപ്പോൾ അവിടെ തുറന്നു നോക്കിയപ്പോണ്ട് ഒരു സാരി ചുരുട്ടി ഇങ്ങനെ അതായത് വെച്ചിരിക്കുന്നു. ഞാൻ അപ്പോൾ എൻ്റെ കൂടെ അപ്പോൾ എല്ലാ ഫോറൻസിക് എക്സ്പെർട്സ് എല്ലാം ഉണ്ട്. ഞാനപ്പോൾ നോക്കിയപ്പോൾ ഹുക്ക് ഉണ്ട് അവിടെ. ഞാൻ ഹുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഹുക്ക് ചെയ്തപ്പോണ്ട് ഹുക്കിൽ ഈ സാരിയുടെ നൂലുകളെല്ലാം ഉണ്ട്. ഈ സാരിയിൽ ഹുക്കിൻ്റെ അവിടെ നിന്നുള്ള ചെടിയും പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ അന്വേഷിച്ച സമയത്ത് പറഞ്ഞു, അവിടെ ആൾക്കാർ പറഞ്ഞു ഇയാൾ രാത്രി ഇത്ര സമയത്ത് 10 മണി കഴിഞ്ഞുള്ള സമയമാണ് ഇയാൾ ബൈക്കിന് പോകുന്ന ആ സമയത്ത്. അത് കഴിഞ്ഞ് ഇയാളുടെ വാച്ച് 10:12 മറ്റോ നിൽക്കുകയാണ് വെള്ളത്തിൽ പോയിട്ട്. ആൻഡ് അയാൾക്ക് ഒരു ഇഞ്ചുറി കഴുത്തിലുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഈ ഇഞ്ചുറി കൊണ്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഫോറൻസിക് ഡയറക്ടറോട് DMAയോട് പറഞ്ഞ് ഫോറൻസിക് എക്സ്പെർട്സിൻ്റെ കുറേ മെഡിക്കൽ കോളേജിൽ ഒരു ടീം തന്നെ ഇട്ടിട്ട് അവരുടെ ഒരു ഫൈൻഡിങ്, അവരൊരു റിസർച്ചും നടത്തി. അതിൽ വേറൊരു അപ്പോൾ അവരുടെ ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചുറി ഉണ്ടായിട്ട് മോട്ടോർ ആക്സിഡൻറ്റ് കേസിലൊക്കെ ധാരാളം പേര് നടന്നാണ് വരുന്നത്. അവരൊന്നും ഒരാൾ പിടിച്ചും കൊണ്ടുമല്ല വരുന്നത്. ഇത്ര ഇഞ്ചുറി ഉണ്ടായാൽ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ ദേ വിൽ ബി സേവ്ഡ്. ആക്ച്വലി ഇയാൾ വെള്ളം കുടിച്ചും കൂടിയാണ് മരിച്ചിരിക്കുന്നത്. വെള്ളം മറ്റേ ശ്വാസകോശത്തിൽ പോയിട്ടാണ് മരിച്ചിരിക്കുന്നത്. അതുണ്ട്. പക്ഷേ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് മർഡറാണെന്നുള്ളൊരിതാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞു ദിസ് ഈസ് എ കേസ് ഓഫ് സൂയിസൈഡ്. അതിനുള്ള മാത്രമല്ല ഈ ഹാസ് റിട്ടേൺ എ സൂയിസൈഡ് ലെറ്റർ ആൾസോ. അതും അയാളുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത് അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസ് ആദ്യം അന്വേഷിച്ച ടീമിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അയാൾ ഈ ടീമിലുണ്ടായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സാർ ഈ കേസിൽ ഇന്ന ആൾക്കാർ പ്രതികളാണ്, ഇതൊരു മർഡറാണ്, അവരെ അറസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു യു ബ്രിങ് ദ എവിഡൻസ്, ഐ ഡിപ്പെൻഡ് ഓൺ ദ എവിഡൻസ്. അപ്പോൾ അയാൾ എവിഡൻസ് ഉണ്ടല്ലോ. ഞാൻ റിട്ടേൺ ലെറ്റർ കൊടുത്തു. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് മണിലാൽ എന്ന് പറയുന്ന ഒരു DSP ആണ്. അബ്സല്യൂട്ട്ലി ഒരു ജെം ഓഫ് എ, എനിക്ക് കൊല്ലത്തുണ്ടായിരുന്നതാണ്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കുറേ കേസ് ഡിറ്റക്ട് ചെയ്തത്. അപ്പോൾ ഇയാൾ അത് കിട്ടില്ല. അവസാനം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് പിന്നെ പരാതി ഉണ്ടായിട്ട് ഈ കേസ് CBIക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹാപ്പി, ലെറ്റ് ദ CBI ടേക്ക് ഓവർ, വി ഹാവ് നത്തിങ് ടു കവർ അപ്പ്. CBI ഡിഡ് ദ സെയിം തിങ്. ഞങ്ങൾ പറഞ്ഞ് അതേ ഫൈൻഡിങ്ങിലെത്തി. ദർ വാസ് നത്തിങ് ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു. ഇയാൾ ഈ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ CBIയിൽ വർക്ക് ചെയ്തിട്ട് അയാൾ തിരിച്ചുവിട്ട ആളാണ്. സാറിന് CBIയിൽ 4 വർഷമാണ്, ഇയാൾ 1.5 വർഷം കഴിഞ്ഞപ്പോഴും മറ്റോ അയാൾ തിരിച്ചുവിട്ട ഒരാളാണ്. അപ്പോൾ അയാൾ CBIനെ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും കൂടി ഒരു ഇത് കിട്ടി. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കൂടെ എൻ്റെ ലെറ്ററിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു. അതായത് ഇവനൊരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിന് അയക്കേണ്ട പേഴ്സണാണ്. ഈസ് നോട്ട് എ സ്റ്റേബിൾ പേഴ്സൺ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഞാൻ അങ്ങനെ തന്നെ ഐ സെൻഡ് ഇറ്റ് ടു ദ അപ്പർ ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഇവന് വലിയൊരു ഇതായി. അപ്പോൾ ദിസ് ഫെല്ലോ അതിന് ശേഷം എനിക്ക് പോലീസിൽ എന്നോട് എനിമിക്കലായിട്ട് 2 പേഴ്സൺസേ ഉള്ളൂ. ഒന്ന് ദിസ് പേഴ്സൺ, അനദർ പേഴ്സൺ വാസ് ഇൻ അനദർ CI ഹു വർക്ക്ഡ് ഇൻ കൊല്ലം. അപ്പോൾ കൊല്ലത്തുണ്ടായിരിക്കുന്ന സമയത്ത് 1990 ഇരിഞ്ഞാലക്കുടയിൽ ആക്ച്വലി ദർ വാസ് ഒരു മുസ്ലിം മൗലവിനെ ഒരു RSകാർ കൊന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പിറ്റേ ദിവസം സ്റ്റേറ്റ് മുഴുവൻ ബന്ധായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി പോയിട്ട് കുളത്തപ്പുഴ അടക്കം അവിടെ ഞാൻ രാത്രി 3 മണിക്കാണ് എത്തുന്നത്. പോലീസ്മെനെയൊക്കെ ഡിപ്ലോയ് ചെയ്ത് എല്ലാവരെയും അലർട്ട് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാന്ന് നോക്കണം എന്ന് പറഞ്ഞു വന്ന് പിറ്റേ ദിവസം കാലത്ത് 5:30 ഞാൻ ഓഫീസിലിരിക്കുക കാലത്ത്. അത് കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ കുളത്തുപുഴയിൽ കുറേ RSSകാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് വയർലെസ് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഈ CIനെ വിളിച്ചു. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു, സാറേ അയാൾ വന്നിട്ടില്ല, അയാൾ കിടന്ന് ഉറങ്ങുകയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് അയാളെ ഞാൻ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ വയർലെസ്സിൽ തന്നെ എനിക്ക് പറ്റാവുന്ന തെറിയൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ രാത്രി 3 മണിക്ക് അവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് 5:30 എൻ്റെ നമ്മുടെ ഓഫീസിൽ വന്ന് എല്ലാം ചെയ്യുന്നു. നിങ്ങൾ 8 മണിയായിട്ടും എന്നിട്ടില്ല അവിടെ വന്നു. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നേരെ ആ വാശിക്ക് വന്ന് ഈ RSകാരെ ഓടി അവിടെ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് കുളത്തുപുഴ. അത് ഒരു പുഴയുടെ അപ്പുറത്താണ്. ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ കയറി RSSൻ്റെ ആൾക്കാർ നിൽക്കുമ്പോൾ ഇയാൾ ഫയർ ചെയ്തു. അതിൽ ഒരു RSകാരൻ മരിക്കുകയും ചെയ്തു. നിറയെ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കംപ്ലീറ്റ് ബ്ലഡാണ്. ഞാൻ ഇവിടുന്ന് പിന്നീട് കൊല്ലത്തുനിന്ന് അവിടെ എത്തുമ്പോഴേക്കും ഇതാണ്. അപ്പോൾ ഞാൻ ഇതിനെതിരെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തായിരുന്നു. പക്ഷേ ഇയാളുടെ അന്ന് ചത്തത് അല്ലെങ്കിൽ മരിച്ചത് RSSകാരനും ഒക്കെ ആയതുകൊണ്ട് നടപടികളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് മാർക്സിസ്റ്റുകാരാണല്ലോ ഭരിക്കുന്നത് ഉണ്ടായിട്ടില്ല. കാരണം RSകാരൻ കൊല്ലപ്പെടാനുള്ളതാണ്. ഏതായാലും അതിനൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ ഇവൻ്റെ ഒരു കാമുകി ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. അവർ തൂങ്ങി മരിച്ചു.
പക്ഷേ ആ സി ഐക്ക് അന്ന് മുതൽ എന്നോട് വിരോധമാണ്. ഈ 2 പേരാണ് എനിക്ക് പോലീസിൽ വിരോധികളായിട്ടുള്ളത്. വേറെ ദർ ഇസ് നോ ബഡി എൽസ് അബ്സല്യൂട്ട്ലി. അപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ, ഞാൻ ഈ രാജേന്ദ്രൻ കാണി കേസിൽ പറഞ്ഞ ആൾ, ഈ പറഞ്ഞ പർട്ടിക്കുലർ ജഡ്ജ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരിക്കുന്ന സമയത്ത് അയാളുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിക്കുന്ന കുട്ടികളുടെ ലോക്കൽ ഗാർഡിയനായിട്ട് വെച്ചത് ഇയാളെയാണ്. സോ ഹി ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ്. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഇവൻ പോയിട്ട് അങ്ങേരെ പറഞ്ഞ് ഇത് ചെയ്യാണ്. അതായത് എന്നോട് അത്രയും വിരോധമാണ് അയാൾക്ക്, ഈ സി ഐക്ക്. ആൾ പോയിട്ട് പറയുകയാണ് ഇയാളെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ സൈറ്റ് ചെയ്യാത്തൊരു കേസിൽ നമുക്കെതിരെ വിധി. അപ്പം ഞാൻ അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഐ ഡിഡ് ഈസ്, അവിടെ നിന്ന് പണ്ട് എനിക്കറിയുന്നത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ വാസ് നോട്ട് എ ഗുഡ് അഡ്വക്കേറ്റ്. പക്ഷേ നമ്മൾ അറിയുന്ന പേരിൽ ആളുകൂടെ കേസ് കൊടുത്തു. അതിൻ്റെ റിവ്യൂവിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് എന്തോ കുറ്റം ചെയ്തു. അതായത് അല്ല എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും പ്രസംഗിക്കല്ല വേണ്ടത്, നടപടിയെടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഒരു ADGP ഇങ്ങനെ പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. പറയുന്നത് പോലീസുകാരോടാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്. പിന്നെ അതല്ലാതെ പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ ആ കേസിന് എതിരെ സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ അതും നടക്കുന്നത് ഈ സമയത്താണ്, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം സുപ്രീം കോടതിയിൽ പോയി. അത് എക്സ്പെൻഡ് ചെയ്യിച്ചു ഞാൻ. ബിക്കോസ് അങ്ങനെ ജഡ്ജിയെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് പറയേണ്ട സമയത്ത് പറയാം. എന്തായാലും അങ്ങനെയുള്ള ജഡ്ജസൊക്കെ ഉണ്ട്. പിന്നീട് എൻ്റെ ഒരു കേസ് വന്ന സമയത്ത് അങ്ങേര് ഫയൽ വെച്ചുകൊണ്ടിരിക്കുകയും എത്ര തവണ വന്നാലും ഫയൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അവസാനം ആ കേസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വേറൊരു ബെഞ്ചിൽ പോയി അത് കോഷ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ നടക്കുന്ന, നമ്മൾ പലപ്പോഴും പുറത്ത് പറഞ്ഞാൽ കണ്ടംപ്റ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ എൻ്റെ DIG ക്രൈംബ്രാഞ്ചായിട്ട് അവസാനം വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു വനിതാ IAS ഓഫീസറെ നിലോവിദാസ് നാടാർ മിനിസ്റ്റർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നു. ഈ കേസ് വന്ന് അത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം അവിടെ IAS ഓഫീസേഴ്സൊക്കെ സംസാരിച്ച് കുറച്ച് ഡിലേ ചെയ്തിട്ടാണ് കേസായിട്ട് വരുന്നത്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്രൈംബ്രാഞ്ചിലാണ്. ഗവൺമെൻറ് ഒരു ഓർഡർ ഇട്ടു. ഞാൻ ഡെസ്മൻ നെറ്റോയുടെ വൈഫാണ് എന്ന് ഉള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഡെസ്മൻ നെറ്റോയ്ക്ക് സീനിയറായിട്ടുള്ള ഒരു ഓഫീസർ അവർ പറഞ്ഞു, രാജൻ മെതക്കർ എന്ന് പറഞ്ഞാൽ അന്നത്തെ IG, അദ്ദേഹം സോണൽ ADG ആണോ IG ആണെന്ന് തോന്നുന്നു, സോണൽ അന്വേഷിക്കണം പറഞ്ഞ് ഓർഡർ ഇട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റാണ് മിസ്റ്റർ ജേക്കബ് പുന്നൂസ്. അപ്പോൾ ജേക്കബ് പുന്നൂസ് IG അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഹീസ് എ ഗ്രാൻഡ് LDF മേനാണ് അന്ന്, മനസ്സിലായോ? അതിന് കാരണങ്ങളുണ്ട്. പക്ഷേ ബൈ ദാറ്റ് ടൈം ഹി ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ഇവരുടെ ബുദ്ധി കേന്ദ്രം അദ്ദേഹമാണ്. അതാണ് അദ്ദേഹമൊക്കെ ഇടപെട്ടിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ കേസ് ഇങ്ങനെ അന്വേഷിച്ചില്ല. അവസാനം ഈ കേസ് എൻ്റെ കയ്യിൽ വന്നു, ക്രൈംബ്രാഞ്ചിൽ വന്നത് ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ DG ആയിരുന്ന ശാസ്ത്രി സാറ്. ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ അന്വേഷിക്കുന്നത്, ഇങ്ങനെയൊരു ഓർഡർ ഗവൺമെൻറ് ഉള്ളപ്പോൾ. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കേസ് ഇനി മോശമാകണ്ട, നമുക്ക് ആക്ച്വലി ഐ ന്യൂ ഏർലിയർ, കാരണം നമ്മുടെ ട്രെയിനിങ് SP ഭാര്യയാണ്, അങ്ങനെയൊക്കെ അറിയുന്ന ആളാണ്, അപ്പോൾ അവരുടെ കേസ് പോകണ്ട. അങ്ങനെയാണെങ്കിൽ DGയോട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് തരാൻ പറഞ്ഞ് DG അങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തതെന്ന് നമ്മൾ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങി. നിയമസഭാ കോംപ്ലക്സിൽ പോയിട്ട് അതിൻ്റെ കംപ്ലീറ്റൊക്കെ എടുത്ത് അങ്ങനെ ആരൊക്കെയാണ് എവിഡൻസ് കിട്ടാനുള്ളതൊക്കെ എടുത്ത് വരുമ്പോൾ നിലോഹിദാസ് നാടാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹൈക്കോടതിയിൽ പോയി. ഞാൻ ജൂനിയർ ഓഫീസറാണ്, മറ്റേവരെയാളും അത് ഈ അന്വേഷണം ശരിയല്ല, അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ അന്വേഷണം അന്ന് മുഷാഹരി സാറ്, എൻ്റെ ക്രൈംബ്രാഞ്ച് ADGP, അത് ഇവരുടെ എല്ലാം സീനിയറാണ്. അദ്ദേഹം പിന്നീട് ഗവർണറൊക്കെ ആക്കിപ്പോയി. അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് അദ്ദേഹമാണ് കേസ് ചാർജ് ചെയ്യുന്നതൊക്കെ. ആ കേസ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അതുപോലെ അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ ആളുടെ കോഴിക്കോടുള്ള കുറേ സാധനങ്ങൾ DFIക്കാർ കയറി തകർക്കുകയും അങ്ങനെയുള്ള കുറേ ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്തതിന് അതിനൊരിതുണ്ട്. അപ്പോൾ അയാളുടെ കുറച്ച് കേസുകൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ലീഗലായിട്ടുള്ള പൊസിഷൻ എടുത്തത്, ലീഗലും ട്രൂത്ത്ഫുള്ളായിട്ട് പൊസിഷൻ, വിച്ച് പ്രോബബ്ലി ദേ ഡിഡ് നോട്ട് ലൈക്ക്, അവർക്ക് ഗവൺമെൻറ്റിന് ഇഷ്ടമായില്ല. സോ ഐ വാസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പുട്ട് അണ്ടർ മിസ്റ്റർ ജേക്കബ് പുന്നൂസ് അപ്പോൾ ഞാൻ DIG ഇൻ്റലിജൻസ് ആയിട്ട് ചെല്ലുമ്പോൾ തലേ ദിവസം DIG സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് DIG ഇൻ്റലിജൻസിൻ്റെ കംപ്ലീറ്റ് പവേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു DIG സെക്യൂരിറ്റി
DG ഇൻ്റലിജൻസിന് വേറെ കാര്യമായിട്ടൊന്നുമില്ല, അവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നപ്പോൾ ഞാൻ ഷട്ടിൽ കളിക്കുന്ന സമയമാണ് വൈകിട്ട്. അപ്പോൾ നമ്മളൊരു 6-7 മണി ആകുമ്പോൾ ഷട്ടിൽ കളിക്കാനായിട്ട് വിൻസെൻ്റ് സ്ഥിരം വരുന്ന ആൾക്കാരാണ്, ഷട്ടിൽ കളിക്കാനൊക്കെ പോകുന്ന. അപ്പോൾ ഞാൻ പണ്ട് പോലെ ADCക്ക് ആയിരിക്കുമ്പോൾ ഷട്ടിൽ കളിക്കാമെന്ന് വിനോദ് റായ് സാറൊക്കെ അദ്ദേഹമായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ ടൈം ഡബിൾസ് പാർട്ട്ണർ. അങ്ങനെ ഇതിൽ ഇറങ്ങാമെന്ന് വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആ സമയമാകുമ്പോൾ മിസ്റ്റർ ജേക്കബ് പുന്നൂസ് വിൽ കം ടു മൈ റൂം, അതായത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പോകാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു പ്രശ്നമുണ്ടാക്കുകയും KSRTC ബസ്സുകളും ഒക്കെ പണിമുടക്ക് നടത്തുകയും ചെയ്ത് അന്ന് BJPയുടെ ഒരു സംഘം ഇവിടെ നിന്ന് കുറേ ബസ്സുകൾ അടിച്ചു പൊളിക്കുകയും എല്ലാം ചെയ്ത് അവസാനം അൾട്ടിമേറ്റ്ലി ഇറ്റ് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് എ KSRTC ഫെല്ലോ ഇൻ ഈസ്റ്റ് ഫോർട്ട്. അപ്പോൾ അന്ന് ഞാൻ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി, പോലീസ് എല്ലാം ഇത് നോക്കി നിന്നത് ആദ്യം തുടങ്ങി. അതിലാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ദിസ് ഈസ് എ ക്ലിയർ കൂത്തുപറമ്പ് എഫക്റ്റ്. കാരണം ഇത്രയും വയലൻസ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടെ വരെ ഇത്രയധികം പോലീസുകാരുണ്ടായിട്ട് ഒന്നും ചെയ്തില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കൂത്തുപറമ്പ്. അത് പുറത്തറിഞ്ഞ് ദെൻ ഐ വാസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് പോസ്റ്റിംഗ്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, അത് മാറ്റാനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഇത് കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ അന്ന് കേരള പോലീസ് സ്പോർട്സിൻ്റെ ഓഫീസറും കൂടിയായിട്ട് അന്നത്തെ DG ആണ് അത് ഇടുന്നത്. അങ്ങനെ അത് നടക്കുന്ന സമയം നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് അന്ന് എൻ്റെ നിന്നാണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ കൈരളി ചാനൽ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ കൈരളി ചാനലിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങണം, അവിടെ സ്റ്റേഡിയം വേണം ഉദ്ഘാടനത്തിന് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ വേണം. അപ്പോൾ അവർ ഒരു ദിവസത്തെ പൈസ തരും. ഞാൻ പറഞ്ഞു എത്ര ദിവസം നിങ്ങളിത് പണിയാനും ഒക്കെ എടുക്കും? 10 ദിവസം. എനിക്ക് 10 ദിവസത്തെ പൈസ വേണം. കാരണം 10 ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 10 ദിവസത്തേക്ക് പൈസ ഓർഡർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ DGPയെ മാറ്റി എന്നെ അവിടെ നിന്ന് പോസ്റ്റിംഗ് മാറ്റിയിട്ട് വിത്തൗട്ട് പോസ്റ്റിംഗ്. പിന്നെ എനിക്ക് 2-3 മാസത്തേക്ക് പോസ്റ്റിംഗ് ഇല്ല, ഞാൻ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എന്നെ എക്സൈസിൽ ഒരു വിജിലൻസ് ഓഫീസറുടെ പോസ്റ്റുണ്ട്. അന്നൊരു എക്സൈസ് രാജീവൻ സാറാണ് എക്സൈസിൻ്റെ അഡീഷണൽ കമ്മീഷണർ. അവിടെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്നുള്ളൊരു എന്ത് ബാബുവാണ്, ഇപ്പോൾ TV ഇടയ്ക്ക് സാധാരണ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്, നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ DIG ആയിരുന്നു, അദ്ദേഹം നോൺ IPS SP ആയിരുന്നു. ഞാൻ ഇരിക്കാനൊരു കസേര പോലും ഇല്ലാത്ത വാഹനമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് എന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്തത്. ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് പ്രാണികളൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു പഴയ കെട്ടിടം. ഇപ്പോൾ അതൊക്കെ അവിടെ പൊളിച്ച് എനിക്ക് തോന്നുന്നൊരു കംപ്ലീറ്റ് നമ്മുടെ KSIDCയുടെ പുറകിലായിരുന്നു, അതിൻ്റെ പുറകിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്താണ് മണിച്ചൻ്റെ ആ കേസ് നടക്കുന്നത്. അപ്പോൾ വിൻസെൻ്റ് പോളാണ് ലോക്കൽ DIG, ഞാനാണ് ഏറ്റവും ആദ്യം അവിടെ എത്തുന്നത് കലുവാതുക്കൽ. അങ്ങനെ അന്വേഷണമൊക്കെ തുടങ്ങി. ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയം ഇവർക്കൊരു സംശയം, ഞാൻ എന്തോ ഇതിലെഴുതി ശരിക്ക് വയ്ക്കുന്നു. നമ്മളുള്ള സത്യമാണ് എഴുതിയത്. നമുക്ക് പക്ഷേ പിന്നീട് അറിയാമായിരുന്നു, എനിക്ക് വിൻസെൻ്റ് ഇപ്പോഴും ആ കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിന് പോയി കേട്ടോ. നമ്മളുള്ള സത്യം എഴുതി കൊടുത്തുള്ളൂ. ക്രൈംബ്രാഞ്ചിന് പോയതിന് പിന്നെ ഒരു എൻക്വയറി കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മണിച്ചൻ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ മണിച്ചൻ്റെ കയ്യിൽ നിന്നല്ല വിഷം കലർന്ന സ്പിരിറ്റ് അവിടെ പോയിരിക്കുന്നത്. ആ സ്പിരിറ്റ് കായംകുളത്തുള്ള ഒരു ടീം മണിച്ചൻ്റെ അനിയന് കൊടുത്തതാണ്. അങ്ങനെയാണ് ആക്ച്വലി സംഭവിച്ചത്. വാസ്തവത്തിൽ ആ മണിച്ചൻ്റെ അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്നത് ഈ വേറെ സ്ഥലത്തുനിന്ന് കിട്ടിയ ഒരു ഇറ്റ്സ് എ മാനിപ്പുലേഷൻ ഓഫ് എവിഡൻസ്, ഫാൾസിഫിക്കേഷൻ ഓഫ് ഇതൊക്കെ ആയിട്ട് ഇത് കത്തിച്ച് അവിടെ കൊണ്ടിട്ട് അവിടെ നിന്ന് റിക്കവറി കാണിക്കുകയാണ്. ആക്ച്വലി മിഥൈൽ ആൽക്കഹോൾ കലർന്ന മിഥൈൽ ആൽക്കഹോളുള്ള സാധനമാണ് അവിടെ നിന്ന് എടുക്കുന്നത്. പക്ഷേ മണിച്ചൻ്റെ പിടിച്ച സ്പിരിറ്റിലൊന്നും മിഥൈൽ ആൽക്കഹോൾ ഇതിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. മാത്രമല്ല, അപ്പോൾ അതിന് റീസൺ അത് സിനിമ സാറിൻ്റെ ടീമാണ് അന്വേഷിച്ചത്. ജോഷ എന്ന് പറഞ്ഞൊരു ഓഫീസറായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫീസർ. പക്ഷേ നമുക്കറിയാം എന്ന് വെച്ചാൽ ഞാൻ ആലപ്പുഴയിൽ, ഞാൻ ക്രൈംബ്രാഞ്ചിലിരിക്കുന്ന ആലപ്പുഴയിൽ ഇതുപോലെ സ്പിരിറ്റിൻ്റെ ട്രാജഡി ഉണ്ടായിട്ട് അത് അന്വേഷിക്കാനായിട്ട് പോയി. അപ്പോൾ അന്ന് കണ്ണൊക്കെ പോയ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങളിത് കുടിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ലൈറ്റ്ലി സ്വീറ്റിഷ് ബട്ട് ജസ്റ്റ് ലൈക്ക് ദ അതർ വൺ. ഞാൻ ചോദിച്ചു കൂടുതൽ കിക്കൊക്കെ കിട്ടുമായിരുന്നു?
ഇല്ല സാർ, അത് മറ്റേത് കുടിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആലുവയ്ക്ക് വരേണ്ട ഒരു ബാരൽ മീത്തൈൽ ആൽക്കഹോൾ, അത് ഇൻഡസ്ട്രിയൽ യൂസിനാണ്. അത് കോട്ടയത്ത് എവിടെയോ ഒരു ഇത് നടത്തുന്ന ട്രാൻസ്പോർട്ടിങ് നടത്തുന്ന ഒരാളുടെ ബിൽഡിംഗ് കൊണ്ടുവച്ചു. ഈ ബിൽഡിംഗ് വഴിയാണെന്ന് ബിൽഡിംഗ് ഓണറും ഇയാളായിട്ട് വഴക്കായിരുന്നു. അങ്ങനെ ബിൽഡിംഗ് ഓണർ ഒരു ദിവസം ഇയാളുടെ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് ഈ ഡ്രം എടുത്ത് അവിടെ റോഡ് സൈഡിലിട്ടു. ഏതോ ഒരുത്തൻ വന്ന് ഒരു ദിവസം ഡ്രമ്മിൻ്റെ ഇത് പൊളിച്ച് നോക്കിയപ്പോൾ നല്ല സ്മെല്ല്. ഈ സ്മെൽ ഈസ് ജസ്റ്റ് ലൈക്ക് ദ സെയിം ഈത്തൈൽ ആൽക്കഹോൾ. ഇവന്മാർ ഈ ഡ്രം എടുത്തുകൊണ്ട് പോയി ഈ ഡ്രമ്മ് എന്നുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തി. മീത്തൈൽ ആൽക്കഹോളായിരുന്നു. ആ കുടിച്ച ആൾക്കാർ കുറച്ച് പേര് മരിച്ചു, കുറേ പേരുടെ കണ്ണുപോയി. അപ്പോൾ നമ്മളിത് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാം മീത്തൈൽ ആൽക്കഹോൾ ഡസൻ ഗിവ്സ് എനി അഡീഷണൽ കിക്ക്. എനി ഓൺലി തിങ് ഈസ് ദാറ്റ് ഇഫ് യു ഡ്രിങ്ക് മീത്തൈൽ ആൽക്കഹോൾ, അതിനുള്ള ഇമ്മീഡിയറ്റ് പ്രതിവിധി എന്ന് പറയുന്നത് യു ഹാവ് ടു ഡ്രിങ്ക് ഈത്തൈൽ ആൽക്കഹോൾ, നോർമൽ ആൽക്കഹോൾ. കാരണം അബ്സോർപ്ഷൻ ഈത്തൈൽ ആൽക്കഹോളാണ് ആദ്യം നമ്മൾ അബ്സോർബ് ചെയ്യുക. മീത്തൈൽ ആൽക്കഹോൾ അവിടെ കിടക്കും. ഈത്തൈൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്തിട്ടേ മീത്തൈൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കൊല്ലത്ത് ഒരു തവണ ഞാൻ അതിനുശേഷം KSPC MD ആയിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. മീത്തൈൽ ആൽക്കഹോൾ ആൾക്കാർ കുടിച്ചു. ഉടനെ ഇവന്മാരെല്ലാവരും കൂടി അവിടെയുള്ള KSBC ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് മദ്യം വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ റിപ്പോർട്ട് വരുന്നത് എന്താ, KSBC ഷോപ്പിൽ നിന്ന് കുടിച്ചതിനെല്ലാം ആസ്പത്രിയിൽ പോയി മദ്യ ദുരന്തം എന്നാണ്. വാസ്തവത്തിൽ ഇവർക്ക് അറിവുണ്ടായിരുന്നു ഈ മീത്തൈൽ ആൽക്കഹോൾ കുടിച്ച് ഇമ്മീഡിയറ്റ് കുടിക്കേണ്ടത് ഈത്തൈൽ ആൽക്കഹോളാണ്. ആ ഈത്തൈൽ ആൽക്കഹോൾ തീരുന്നവരെ അബ്സോർപ്ഷൻ ഉണ്ടാകില്ല. അത് കഴിഞ്ഞിട്ട് മീത്തൈൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും അത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇത് സ്റ്റൊമക്ക് വാഷ് കഴിഞ്ഞ് രക്ഷപ്പെടും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ കേസിൽ നമ്മളെ മണിച്ചിൻ്റെ കേസിൽ ആക്ച്വലി എന്ത് നടന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എനിക്ക് തോന്നുന്നു മോർ ദാൻ 60 or 70% സ്ട്രോങ് മീത്തൈൽ ആൽക്കഹോളാണ് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ എണ്ണയുള്ളത്. അങ്ങനെയാണെങ്കിൽ മണിച്ചൻ്റെ ഈ സ്റ്റോക്കിലും അതിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാകണം. അതൊന്നും കണ്ടെത്തിയിട്ടില്ല. ദ ട്രൂത്ത് ഐ ബിലീവ് വിൻസൻ ആൾസോ യു ക്യാൻ ടെൽ ആസ്ക് ഹി ആൾസോ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് തിങ് ദാറ്റ് മണിച്ചൻ സോൾഡ് എനി മീത്തൈൽ ആൽക്കഹോൾ അവിടെ ഉണ്ടായത്. മണിച്ചൻ ഈസ് എലിജിബിൾ ഫോർ 10 years ഇംപ്രസ്മെൻറ്റ് ഫോർ സ്റ്റോക്കിംഗ് സ്പിരിറ്റ്. മനസ്സിലായോ? അതാണ് ആക്ച്വലി മണിച്ചൻ്റെ കേസിലുള്ള ട്രൂത്ത്. അതാണ്. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾക്ക് പിന്നെ വേറെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ദ ട്രൂത്ത് ഈസ് ദാറ്റ്